രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായും യുക്തമായും പ്രതികരിച്ചുകൊണ്ട് റിനി അന്ന ജോർജ് ഒരു വീഡിയോ ഇട്ടു. ആ വീഡിയോയെ കളിയാക്കിക്കൊണ്ട് കുറേയധികം യൂട്യൂബേഴ്സ് തന്നെ ഒരുമാതിരിയൊക്കെ പറയുന്നത് കേട്ട് എനിക്ക് സങ്കടം തോന്നി. ഒരു സ്ത്രീ വന്ന് വളരെ വിഷമത്തോടു കൂടി പറഞ്ഞ ഒരു കാര്യത്തിനെ ഇങ്ങനെ അവഹേളനപരമായിട്ട് എടുത്ത് വെച്ച് കളിയാക്കാമോ? മോശമല്ലേ? അത് മാത്രമല്ല, ആണുങ്ങളുടെ പ്രതിനിധിയായ രാഹുൽ അണ്ണൻ പറയുന്നുണ്ട്, അളിയ പ്രതികരിക്കളിയ, അളിയ എന്തിനു മാറി നിൽക്കുന്നേ, അളിയ പ്രതികരിക്കളിയാന്ന്. എങ്ങനെയാണാവോ അളിയ പ്രതികരിക്കേണ്ടത്? ആശാൻ പണ്ട് പിന്നെ ബിഗ് ബോസ് മലയാളം എന്ന് പറയുന്നത്, അതായത് സൂര്യ ടി വി കണ്ട് അവതരിപ്പിച്ച ഒരു ഷോയ്ക്കകത്ത് കിടന്നുകൊണ്ട് ഒരു പെണ്ണിന്റെ പുറത്ത് കിടന്ന് കാണിച്ച സർക്കസ് ഒക്കെ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അതിൽ പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരാളാണ് വീട്ടിയിരിക്കുന്നത്, ആരുടെ? രാഹുലിന്റെ. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു ഉദ്ബോധനം പെണ്ണുപിളകി കൊടുത്തിരുന്നെങ്കിൽ നീ മുറ്റത്ത് കിടന്നേനെ. നമ്മളതിലേക്ക് നമ്മൾ ക്വൈറ്റ് പേഴ്സണൽ കാര്യം, ഒരാളെ സ്നേഹിക്കാനും അവർക്ക് ഒപ്പം നടക്കാനും ഉഭയകക്ഷി സമ്മതപ്രകാരം സെക്സിൽ ഏർപ്പെടാനും ഈ രാജ്യം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം രാജ്യം അനുവദിച്ചു കൊടുത്തിരിക്കുന്ന സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ആളുകൾ ഓരോന്നും ചെയ്തതിന് നമുക്ക് കുറ്റപ്പെടുത്താനാവത്തില്ല. പക്ഷേ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ നമ്മൾ കുറ്റപ്പെടുത്തുന്നു? ഞാൻ കുറ്റപ്പെടുത്തിയില്ലേ? ഇപ്പോൾ പെടുത്തുകയാണ്. എനിക്ക് അയാൾ ചെയ്തത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അയാൾ രാജിവെച്ച് പുറത്തു പോകണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഷെഫീന ബീബി പറയുന്നു അയാൾ രാജിവെച്ച് പുറത്തു പോകണമെന്ന്. അപ്പോൾ എന്തുകൊണ്ട് വേടന് വേണ്ടിയിട്ട് ഷെഫീന ബീബി സംസാരിച്ചു? ആരാണ് വേടൻ? വേടൻ ഒരു റാപ്പറാണ്. ഇനി അയാൾ റേപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു വരുന്നവർ തെളിയിക്കേണ്ടത് കോടതിയിലാണ്. കോടതിക്ക് അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ റാപ്പറിന് റേപ്പിൻ്റെ പരിപാടിക്ക് കിട്ടും. അതേസമയം ഈ പറയുന്ന വ്യക്തി ഒരു ജനപ്രതിനിധിയാണ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അയാളെ സമീപിക്കുന്നത് ആരൊക്കെയായിരിക്കും? വേടനെ സമീപിക്കുന്ന ആരായിരിക്കും? ഏതെങ്കിലും മ്യൂസിഷ്യനോ അല്ലെങ്കിൽ മ്യൂസിക് ആർട്ടിസ്റ്റോ അങ്ങനെ റിലേറ്റഡ് ആരെങ്കിലും ആയിരിക്കും. ഇങ്ങനെ ഒരു കാര്യം പബ്ലിക്കിൽ വന്നു കഴിഞ്ഞാൽ വേടനെതിരെ ഇത്തരത്തിലൊരു അലിഗേഷൻ ഉള്ളതുകൊണ്ട് സ്ത്രീകൾക്ക് ഒരു അവയർനെസ് കിട്ടും. സ്ത്രീകൾ അയാളെ ഒരു ഡിസ്റ്റൻസിൽ കീപ്പ് ചെയ്യും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് എല്ലാവർക്കും റാപ്പ് സോങ് പാടണമെന്ന് നിർബന്ധമില്ല. വേടന്റെ സറൗണ്ടിങ്ങിലേക്ക് പോകേണ്ട ആവശ്യം ഇവിടുത്തെ പൊതുജനങ്ങൾക്കില്ല. അതേസമയം രാഹുൽ മാങ്കൂട്ടം അങ്ങനെ ഒരു വ്യക്തിയല്ല. അയാൾക്ക് പൊതുസമൂഹവുമായി ഇടപഴകേണ്ട ഒരു ആവശ്യഘട്ടമുണ്ട്. ആ ആവശ്യഘട്ടമാണ് ഈ പറയുന്ന റിനി ആൻഡ് ജോർജോ അന്ന ജോർജോ അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഉറ്റ സുഹൃത്ത് മുമ്പോട്ട് വന്നിട്ട് ഈ കാര്യം പറയണത് എന്തുകൊണ്ടാണ്? പിന്നെ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് ആരും തന്നെ മറ്റൊരു ഇതിൽ നിന്നും വരുന്നില്ല. മറ്റു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുള്ളവരാരും ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടില്ല. പിന്നെന്താ ഇതൊരു രാഷ്ട്രീയപരമായിട്ടുള്ളൊരു മുതലെടുപ്പാണോ എന്ന് വെച്ചാൽ എനിക്കങ്ങനെ ഒരു ഭാഗമില്ല, ഒരിക്കലുമല്ല. രാഷ്ട്രീയപരമായിട്ടുള്ള യാതൊരു മുതലെടുപ്പും ഇതിനകത്തില്ല. ഇത് വ്യക്തിഗതമായിട്ട് ഈ വ്യക്തി ചെയ്ത വൃത്തികേടിനെയാണ് പെൺകുട്ടികൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വാർത്തയൊക്കെ ചെയ്ത് റിപ്പോർട്ടർ TV ആൻഡ് ഓളാണ്. അവരെയൊന്നും പറയാൻ പറ്റത്തില്ല. അമ്മാതിരി കിടന്ന് തകർത്ത് വാരുന്നുണ്ട് രാഹുലിനെ. തർക്കമില്ല, നല്ല കാര്യമാണ്. എന്തുകൊണ്ടെന്നറിയാമോ? ഇനി കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാൽ കുറെ കൂടെ മനസ്സിലാകുമായിരിക്കാം. ഈ ജനപ്രതിനിധിയായി നിൽക്കുന്ന ഒരു വ്യക്തി, ഇതിനകത്ത് പാർട്ടി ഒന്നിക്കേണ്ട. നമുക്കിപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ കോൺഗ്രസ് പാർട്ടി BJP എന്നൊരു പാർട്ടി എന്നല്ല, ഒരു ജനത്തിന്റെ പ്രതിനിധിയായി നിൽക്കുന്ന വ്യക്തിയുടെ അടുത്തേക്ക് പോകാൻ സാധ്യതയുള്ളത് മുത്തശ്ശിമാർ തൊട്ട് ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ, പെൺകുട്ടികൾ വരെ പോകേണ്ടി വരും. അയാൾക്ക് ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ അയാളെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തേണ്ട ഒരു അനിവാര്യ ഘട്ടം പാർട്ടിക്കുമുണ്ട്, ജനങ്ങൾക്കുമുണ്ട്. കാരണം ഇവർക്ക് എല്ലാ പെണ്ണുങ്ങളെയും ഇത് തന്നെയാണ് പരിപാടി. 1-2 പേരൊന്നും അല്ല, ഇഷ്ടംപോലെ ആൾക്കാർ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ വേടനും കൊടുത്തില്ലേ, പിന്നെന്താ വേടനെ പറയാത്തെന്ന് ചോദിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതിന് ഉത്തരം, വേടൻ ഒരു ആർട്ടിസ്റ്റാണ്. അയാളുടെ അടുത്ത് പോകണ്ടെന്ന് വെക്കാനുള്ള ധൈര്യം നിങ്ങൾക്കില്ലേ? നിങ്ങൾക്കത് പറയാമല്ലോ. ഇയാൾ യുവജന പ്രതിനിധിയല്ലയോ? മാത്രവുമല്ല, നിങ്ങൾക്കറിയാമല്ലോ മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച ഒരു പാർട്ടിയുടെ ആശയവും അതിനെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുന്നതാണ്. മഹാത്മാഗാന്ധി ആരെന്ന് അറിഞ്ഞൂടെ? അദ്ദേഹം 2 സ്ത്രീകൾക്കിടയിൽ നഗ്നനായി കിടന്നിട്ട് പോലും അവരെ ഒന്നും ചെയ്യണമെന്ന് തോന്നാതിരുന്ന, അങ്ങനെ സ്വയം തെളിയിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ആ പാർട്ടി അതിൻ്റെ ഒരു ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, അത് യുവജന സംഘടനയുടെ പ്രതിനിധി എന്നൊക്കെ പറയും. 35 വയസ്സുകാരൻ ചെയ്യുന്നത് തോന്നിയാസല്ലേ? വിവാഹ വാഗ്ദാനം നൽകി ഒരു പെണ്ണിനെ പീഡിപ്പിക്കുക, അവളുടെ കുഞ്ഞിനെ അഴിച്ചു കളയാൻ പറയുക. ബേസിക്കലി എനിക്ക് ഇതിനകത്തൊക്കെ എതിർപ്പാണ്. എന്തെന്നറിയാമോ? കൂടെ പോയി എല്ലാം അങ്ങോട്ട് അനുഭവിച്ച് സുഖിച്ച് കൊച്ചിനെ ഉണ്ടാക്കിയിട്ട് പിന്നെ കൊച്ചും വെച്ചുകൊണ്ട് അവൻ്റെ ഇട്ട് പണിയുന്നത് ശരിയായ നടപടിയല്ല. ഇതിനകത്ത് ബാധിക്കപ്പെട്ട പെൺകുട്ടികൾക്ക് വല്ലാണ്ട് പ്രശ്നം ഉണ്ടാകും. ഈ ബാധിക്കപ്പെട്ട പെണ്ണെന്ന് പറയുമ്പോൾ ഒരു പെണ്ണിനെ റേപ്പ് ചെയ്ത്, ഇപ്പോൾ നമ്മുടെ ക്രൈസ്തവ സഭയിൽ ഒരു സംഗതി ഉണ്ടായിരുന്നല്ലോ, ഫാദർ റോബിൻ ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്യുന്നു. ആ പെൺകുട്ടിയെ കൊച്ചുണ്ടാകുന്നു. കൊച്ചിൻ്റെ അച്ഛൻ ആരെന്നുള്ള തിരക്കിൽ അച്ഛൻ്റെ പ്രസവിച്ച അമ്മയുടെ അച്ഛനാണ് എന്ന് പറഞ്ഞ് തീർക്കുന്നു. പ്രശ്നം അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആകുന്നു. DNA ടെസ്റ്റ് എടുക്കുമ്പോൾ അച്ഛനാണെന്ന് മനസ്സിലാകുന്നു. അത് അപ്പോൾ അതുപോലെ ഒരു സാധനം ഈ വേറെ ആരെങ്കിലും റോബിൻ അച്ഛനെതിരെ വന്ന് പറഞ്ഞാൽ നുണയാണെങ്കിൽ ഈ പെൺകുട്ടി ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ സീരിയസ് ആയ ജെന്യുവിനായ ഒരു ആപ്ലിക്കേഷൻ അവിടെ റിജക്റ്റ് ചെയ്യപ്പെടും. അതുകൊണ്ടാണ് ഈ നുണ പ്രചരണം കൊണ്ട് ഇറങ്ങരുത് എന്ന് ഞാൻ പറയുന്നത്. പെണ്ണുങ്ങൾക്കൊക്കെ പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ പെണ്ണുങ്ങൾ കൈകോർത്തിട്ടല്ലേ? നമ്മൾ 2 കൈകൊട്ടിയാലേ സൗണ്ട് കേൾക്കുള്ളൂ. റേപ്പാണെങ്കിൽ വെരി നെക്സ്റ്റ് മൊമെൻറ്റ് നിങ്ങൾ അതിന് കംപ്ലൈൻറ്റ് കൊടുക്കണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തരോമയായിരുന്നു, നിങ്ങൾ കുറേ നാൾ കഷ്ടപ്പെട്ടു, ഒത്തിരി ദിവസങ്ങൾക്ക് ശേഷമാണ് നിങ്ങൾക്ക് ബോധം വന്നത്, യെസ് ഐ ഹാവ് ബീൻ റേപ്പേഡ് എന്ന് ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോഴും നമുക്ക് പറയാം എവിഡൻസ് കൃത്യമായിരിക്കണം, അല്ലെങ്കിൽ പണി കിട്ടും. ഇത്രയും ദിവസം ഉണ്ടാതിരുന്നിട്ട് അയാളുടെ എന്തൊക്കെയോ കണ്ട് പേടിച്ചിട്ടാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടമല്ല എന്നുള്ളത് ഓർക്കുക.
പിന്നെ ഈ പറയുന്ന പെൺകുട്ടിക്ക് അയാളുമായിട്ട് പ്രണയമുണ്ടായിരുന്നു, പ്രണയത്തിൽ കുട്ടിയുണ്ടായി, കുട്ടിയെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറയുന്നു. ഈ ഒരു സംഭാഷണം അതൊക്കെ ഒരുപാട് പേരെടുത്ത് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടന്ന അലിഗേഷനിലൊക്കെ ആ പെൺകുട്ടിയുടെ വോയിസും ചാറ്റും ഒക്കെ വെക്കുമ്പോൾ അവർ തമ്മിൽ നല്ല കമ്മ്യൂണിക്കേഷനാണ്. എനിക്കിതിനെ വേണ്ട എന്നുള്ള രീതിയിലൊന്നും രാഹുൽ സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഫുൾ പുള്ളിക്കാരൻ കുട്ടിയെ ഞാൻ ഏറ്റെടുത്തോളാം, കുട്ടി ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ, കുട്ടി ഡെലിവറി ആയി, അവർ കളഞ്ഞിട്ടില്ല. ഇനി അഥവാ അവൻ മെഡിസിൻ വാങ്ങിച്ചു കൊടുത്തു എന്ന് വയ്ക്കാം, ഈ പെൺകുട്ടിയുടെ ബോധം എവിടെ പോയി? എൻ്റെ കുട്ടികളെ ഞാൻ കളയത്തില്ല എന്ന് പറയാനുള്ള ബോധമില്ല. 18 വയസ്സിന് ശേഷമുള്ള കുട്ടീനെ ആയിരിക്കുമല്ലോ ഇയാൾ എന്തെങ്കിലും ഗുണാഫിക്കേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ. അങ്ങനെ ചെയ്ത പെണ്ണിന് അത്ര ബോധമില്ല എൻ്റെ കുട്ടിയെ ഞാൻ കളയത്തില്ല എന്ന് പറയാൻ. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അപ്പോൾ അതിനകത്തും വളരെ സ്ട്രിക്റ്റായി സ്ട്രോങ് ആയിട്ട് ആ സ്ത്രീ പറയുന്നുണ്ട്, എൻ്റെ കുട്ടി ഞാൻ നോക്കിക്കോളാം, നീ പോടാന്ന്. പിന്നെന്താ പ്രശ്നം? ഈ പ്രശ്നം പെൺകുട്ടികൾ മുന്നോട്ട് വയ്ക്കുന്നത് മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല, രാഹുലിനെ പാഠം പഠിപ്പിക്കാനുമല്ല, അവയർനെസ് നോട്ടാണ് തന്നിരിക്കുന്നത്. ഈ അവയർനെസ് നോട്ടിനെ ഒരു കാരണവശാലും ഈവെടുത്തരുത്. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു ജനപ്രതിനിധിയാണ്. അയാളെ കാണാൻ പോകുന്ന പെൺകുട്ടികൾ ബാധിക്കപ്പെടാൻ ചാൻസ് ഉണ്ട്. അഥവാ ഏതെങ്കിലും പെൺകുട്ടികൾ ഇതുപോലെ സെക്ഷലി അസാൾട്ട് ചെയ്യപ്പെടുകയോ ഉപദ്രവിക്കപ്പെടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അയാൾക്കെതിരെ നീങ്ങാൻ പറ്റത്തില്ല. കാരണം അയാൾ അത്രയും സ്വാധീനമുള്ള ഒരാളാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, അയാൾക്ക് അത്രയധികം അധികാരങ്ങൾ കൊടുക്കാൻ പാടില്ല. ഒരു നല്ല വ്യക്തി എന്ന മീൻസ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയെ നമ്മളൊരു അധികാരത്തിൽ കയറ്റിയിരുത്തുമ്പോൾ അയാൾക്ക് യാതൊരു രീതിയിലുള്ള മിസ്ബിഹേവ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോശപ്പെട്ട യാതൊരു ക്യാരക്ടറും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് വസ്തുത. അങ്ങനെയുള്ള ഒരാളെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ എലക്ട് ചെയ്യുള്ളൂ. ഒരു വ്യക്തി നമ്മൾ ഇലക്ഷന് നിൽക്കുമ്പോൾ ആ വ്യക്തിയെ നമ്മൾ ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ ആരെങ്കിലും അയാളുടെ കുടുംബ പാരമ്പര്യം നോക്കിയിട്ടാണോ, അല്ലെങ്കിൽ അയാളുടെ പ്രസന്റ് സിറ്റുവേഷൻ നോക്കിയിട്ടാണോ? അല്ല, ആ ഒരു മേഖലയിലുള്ള മനുഷ്യർക്ക് എന്താണ് അയാൾ ചെയ്യുന്നത്, അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഏബിൾ ആണോ, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് അല്ലേ. അയാളുടെ പേഴ്സണലൈസ് ഡീറ്റെയിൽസും എടുക്കും. അയാൾ ഭാര്യയെ അടിച്ചു കൊന്ന് അല്ലെങ്കിൽ ഭാര്യ കിട്ടിയിട്ട് ചവിട്ട് കൊടുത്ത് 5-6 പെണ്ണുങ്ങളെയൊക്കെ റേപ്പ് ചെയ്ത് കുറേയധികം കേസുകളിലെ പ്രതിയൊക്കെ ആണെങ്കിൽ നമ്മളൊന്ന് അറക്കത്തില്ലേ? ആ അറപ്പ് വേണം എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും ക്ലീൻ ചിറ്റുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ പെൺകുട്ടികൾ ഇറങ്ങി നിൽക്കുന്നത്. അവൾ പറയുന്നതൊന്ന് കേൾക്കാം. എൻ്റെ പോരാട്ടം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. അത് ഏതെങ്കിലും ഒരു വ്യക്തിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതല്ല. ഞാൻ പറഞ്ഞ കോസ് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. സ്ത്രീകൾ മുന്നോട്ട് വരുമ്പോൾ സമൂഹം അത് ഏറ്റെടുക്കുകയും അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുകയും ചെയ്യണം. ഇപ്പോൾ ഈ വിഷയത്തിൽ ഞാൻ ആദ്യം മുന്നോട്ട് വന്നപ്പോൾ എന്നെക്കുറിച്ച് ചില പേരുകൾ വരെ പറഞ്ഞ് അധിക്ഷേപിക്കുന്ന ഒരു രീതി ഉണ്ടായി. അപ്പോൾ പിന്നീട് മനസ്സിലായി പലരും പരാതികളുമായി വരുന്നുണ്ട്. ഇത് ഏതെങ്കിലും ഒരു പാർട്ടി സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായി. പക്ഷേ ഈ രാഹുൽ പറയുന്നത് പരാതി നൽകാൻ വേണ്ടി വെല്ലുവിളിക്കുകയാണ്. അല്ല, ഞാനിപ്പോഴും പറയുന്നു, ഞാൻ വ്യക്തിപരമായി ആരെയും പേരെടുത്ത് പറയാനോ ഒരു പ്രസ്ഥാനത്തെ പേരെടുത്ത് പറയാനോ ഇപ്പോഴും ഉദ്ദേശിക്കുന്നില്ല. ആ രീതിയിൽ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എൻ്റെ യുദ്ധം എന്ന് പറയുന്ന ഒരു വ്യക്തിയോടുള്ളതല്ല, തെറ്റായ സമൂഹത്തിൽ നടക്കുന്ന തെറ്റായ പ്രവണതകളോടുള്ളതാണ്. രാഷ്ട്രീയ നേതാവ് എങ്ങനെയായിരിക്കണം എന്ന് മാത്രമാണ് എൻ്റെ വിഷയം, വ്യക്തിപരമായിട്ടല്ല അതിൻ്റെ വിഷയം. സത്യം പറഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടായതിൽ ദുഃഖവുമുണ്ട്. പറഞ്ഞതുപോലെ വ്യാജ ഐഡന്റിറ്റി കാർഡൊക്കെ വെച്ചിട്ടാണ് ഇയാൾ ജയിച്ചതെന്നൊക്കെ ഒരു എക്സ്പ്ലനേഷൻ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ആകെ മൊത്തത്തിൽ ഉടായ്പകളും ഒത്തിരി കുതന്ത്രങ്ങളും ഒക്കെ കാണിച്ചിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഹിസ്റ്റോറിക്കൽ ഇതൊന്നും അത്ര ക്ലിയർ ഒന്നുമല്ല. കൂടെ നടന്ന പെൺകുട്ടിയാണ് ഈ കുട്ടിയും വി ഡി സതീശനെയും വെച്ചിട്ട് മോശമായിട്ടുള്ളൊരു എക്സ്പ്ലനേഷനൊക്കെ വരുന്നുണ്ട്. അതൊക്കെ രാഹുലിൻ്റെ അത്യാവശ്യം കാപുറക്കികളാണ് അതൊക്കെ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. അതും അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അങ്ങനെയാണ് വി ഡി സതീശനും പ്രശ്നത്തിലാണുള്ളത്. അല്ലെങ്കിൽ ഇവർ തമ്മിൽ മകൾ അച്ഛൻ ബന്ധമാണെങ്കിൽ പോലും അത് അവരെ പേഴ്സണലി ബാധിക്കുന്ന പ്രശ്നമാണ്. എന്തിൽ ഈ പെൺകുട്ടി പരാതി പറയാത്തെടുത്ത് നമുക്കതിന് വേറെ പ്രത്യേകിച്ചൊന്നും പറയണ്ട. അത് അവരുടെ പേഴ്സണൽ ചോയ്സാണ്. രണ്ട് വ്യക്തികൾക്ക് ഇഷ്ടമാതിരി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യം അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് അവരൊക്കെ അത് ചെയ്യാം. അതേപോലെ തന്നെയാണ് രാഹുലിൻ്റെ വിഷയം. അപ്പോഴാണ് ആ പെൺകുട്ടികൾക്ക് പരാതി വരുന്നത്, അവിടെ പ്രശ്നം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ പരാതി ഇല്ലാതെ നിങ്ങളത് ചെയ്യാൻ ശ്രദ്ധിക്കണമായിരുന്നു എന്നുള്ളത് എൻ്റെ ഒരു അഡ്വൈസ്. സെക്കൻഡ് തിങ്, രാഹുൽ മാങ്കൂട്ടൻ കുട്ടൻ മുഴുക്ക പ്രശ്നമാണ്, ട്രബിൾ മേക്കറാണ്. അയാളെ ഒഴിവാക്കി വിടുന്നതായിരിക്കും പാർട്ടിക്ക് എപ്പോഴും സേഫ് സോൺ എന്നാണ് ഞാൻ പറയുക. ഇതിനെ ടാലി ചെയ്തുകൊണ്ട് നമ്മുടെ OC പുണ്യാളനെ കൊണ്ടുവരുന്നുണ്ട്. ആക്ച്വലി OC പുണ്യാളൻ അത്ര ക്ലിയർ ഹിസ്റ്ററി ഉള്ള ആളായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് ഇതുപോലൊരു ദുർനടപ്പുകാരി നടന്ന് കിടന്ന് പല പ്രോബ്ലത്തിലും കാണിക്കുന്നുണ്ടെന്ന് തിരിച്ചറിവ് അയാൾക്കില്ലേ? എന്തിൻ്റെ അടിസ്ഥാനത്തിലായാലും നമ്മളൊരു ഭരണാധികാരിയെ ചൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് ആദ്യം അയാളുടെ ക്വാളിറ്റി എന്തായിരിക്കും? നേതൃത്വ പാടവം ഇൻഡീഡ്. ആ നേതൃത്വ പാഠം എന്ന് പറയുമ്പോൾ താഴേക്കിടയിൽ, അതായത് താഴെ അയാൾക്ക് അണ്ടറിലുള്ള ജോലിയിൽ ചെയ്യുന്ന വ്യക്തികളെയെല്ലാം നയിക്കാനുള്ള ആ ശക്തിയാണ് നമ്മൾ നേതൃത്വ പാഠവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നേതൃത്വ പാഠവം 0 ലെവലാണെങ്കിൽ ഇതുപോലുള്ള വൃത്തികേടുകൾ കേട്ടെന്ന് വരും. അപ്പോൾ ആ വൃത്തികേട് കേൾക്കാൻ അർഹനായ അദ്ദേഹം ഈ കൂട്ടത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മാങ്കൂട്ടത്തിൻ്റെ പോലെ തന്നെയാണ് അദ്ദേഹം. കംപ്ലയിൻറ്റ് ഒരു പെണ്ണ് മുന്നോട്ട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കംപ്ലയിൻറ്റ് തന്നെയാണ്. അതിനകത്ത് കഴമ്പുണ്ടോ ഇല്ലയെന്ന് ചോദിച്ചാൽ സരിത തെളിവ് വെച്ചല്ലേ പറഞ്ഞത്, അപ്പം നമുക്കത് വിശ്വസിക്കാം അല്ലേ? വയസ്സായ ഒരാളെ പറ്റി അങ്ങനെ പറയുന്നു. ബേസിക്കലി ഈ വയസ്സന്മാരാണ് ഏറ്റവും വലിയ പ്രശ്നം. അറിയുന്നവർക്ക് അറിയാം.
നമ്മുടെയൊക്കെ എക്സ്പീരിയൻസിൽ നമുക്ക് പറയാം. ഒരു ബസ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ ചെറുപ്പക്കാർ പിള്ളേരെ കട്ടി കുത്തിക്കിടപ്പി കളവന്മാർക്ക് അല്ലയോ. അപ്പോൾ പിന്നെ വയസ്സായതുകൊണ്ട് അയാളെ വെറുതെ വിടാൻ പറ്റുമോ? അതല്ല. ഇപ്പോൾ ഈ പറയുന്ന ആളായാലും ആ പറയുന്ന ആളായാലും പെണ്ണുങ്ങൾക്കെതിരെ സെക്ഷൽ ഹറാസ്മെൻറ്റ് നടത്തുന്ന ഒരു വ്യക്തി ജനപ്രതിനിധിയായിരിക്കാനുള്ള യോഗ്യത പൂർണ്ണമായി നിഷേധിക്കപ്പെടുക തന്നെ വേണം. കാരണം ഒരു പരാതിയും കൊണ്ട് അവിടേക്ക് ചെല്ലുന്ന പെണ്ണിനുണ്ടാകാവുന്ന സാഹചര്യം അല്ലെങ്കിൽ ആ പെണ്ണിനുണ്ടാകാവുന്ന പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കാൻ കോമൺ സെൻസ് യൂസ് ചെയ്താൽ മതി. ആ കോമൺ സെൻസ് എനിക്കുള്ളത് കൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ അംഗീകരിക്കാനും അയാൾക്കെതിരെ വന്ന ഈ അലിഗേഷനെ നിസ്സാരവൽക്കരിക്കാനും ഞാൻ തയ്യാറല്ല. തീർച്ചയായിട്ടും രാജിവെച്ച് പുറത്തു പോയി അയാളുടെ കൃത്യമായ എവിഡൻസ് ഉൾപ്പെടെ കൊണ്ടുവന്ന് കോടതിയിൽ തെളിയിക്കട്ടെ. കോടതിയിൽ കേസുണ്ട്, ഇന്നും ഇന്നലെയല്ല. ഹൈക്കമാൻഡിൻ്റെ അടുത്ത് കൊടുത്ത കേസിൽ തന്നെ ആ പെൺകുട്ടികൾ മുൻപേ കേസ് കൊടുത്തിട്ടുണ്ട്. ഈ കേസൊക്കെ അവിടെ കിടപ്പുണ്ട്. അത് മാത്രമല്ല ഈ പുള്ളിക്കെതിരെ ഈ പിന്നെ ഐഡൻറ്റിറ്റി കാർഡ് പിന്നെ എന്തോ വ്യാജ ഐഡൻറ്റിറ്റി കാർഡ് ഉപയോഗിച്ചാണ് ഇയാൾ ഇലക്ഷൻ ജയിച്ചതെന്നോ അങ്ങനെ എന്തോ ഒരു സംഗതിയിൽ ഇയാൾക്കെതിരെ കേസുണ്ട് ഹൈക്കോടതിയിൽ. അങ്ങനെ കുറേ അധികം അലിഗേഷൻസിൽ പെട്ട് കിടക്കുന്ന ആളാണ്. ക്ലീൻ ചിറ്റൊന്നും കിട്ടിയ ആളല്ല. പൂർണ്ണമായും അയാൾ കുറ്റവാളി തന്നെയാണ്. അങ്ങനെ ഒരു കുറ്റവാളിയല്ല നമ്മളെ നയിക്കേണ്ടത്. ആ ബോധം ഉണ്ടാവണം. അളിയാ എതിർക്കളിയാ, ശക്തമായി എതിർക്കളിയാ, അല്ലെങ്കിൽ അളിയനെ ചവിട്ടി താഴ്ക്കും അളിയാ. അളിയാ ഒച്ചയിട്ടിട്ടൊന്നും കാര്യമില്ല അളിയാ. അളിയൻ ചെയ്ത മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലാക്കളിയാ. ഈ മെയിൽ ഷോവനിസം നല്ലതൊക്കെയാണ് കേട്ടോ, ഭയങ്കര സംഗതിയൊക്കെയാണ്. പക്ഷേ അതൊരു ഫെമിനിസ്റ്റ് വട്ടം ചാടി നിന്നാൽ തീരാവുന്ന കുത്തിക്കഴപ്പേ അതിനകത്തുണ്ടാവുള്ളൂ. അത്രയേ ഉള്ളൂ. ആ തൻ്റെ ഇടവും ആർജവുമുള്ള പെണ്ണുങ്ങൾ മുൻപോട്ട് വന്നാൽ ഇതുപോലെ അടപടലം യെസ് മുഞ്ചു എന്ന് വെച്ചാൽ സൂപ്പർ മുഞ്ചൽ. താങ്ക് യു.